വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 3-ാമത്തെ പാർട്ടാണ് ഇത്. ഈ അധ്യായത്തിലെ 1-ാമത്തെ പാർട്ടിലൂടെ ദൈവീ സമ്പത്തുള്ളവരുടെ ഗുണമാഹാത്മ്യങ്ങളെക്കുറിച്ചും 2-ാമത്തെ പാർട്ടിലൂടെ ആസുരീ സമ്പത്തുള്ളവരുടെ ഹീനമായ ഗുണങ്ങളെക്കുറിച്ചും ഭഗവാൻ വിവരിച്ചു തന്നു. ആസുരീക ഗുണമുള്ളവർ അതിൽ നിന്നുയർന്ന് ആധ്യാത്മിക മാർഗത്തിൽ പുരോഗമിക്കാനുള്ള ഉപായങ്ങളെയാണ് ഭഗവാൻ ഇവിടെ വിവരിക്കുന്നത്. അധർമ്മികളായാലും അവർക്ക് ഭഗവത് കൃപയുണ്ടായി ധർമ്മമാർഗത്തിൽ ഉയരാൻ സാധിക്കും എന്ന ആശ്വാസവാക്ക് ഭഗവാൻ അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. കാമാസക്തിയുടെ മലിന അന്തരീക്ഷത്തിൽ നിന്ന് നിഷ്കാമത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും ശുദ്ധ അന്തരീക്ഷത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ് ഭഗവാൻ. നമ്മിൽ ബഹുഭൂരിപക്ഷം പേരും ആസുരീ സമ്പത്തോടു കൂടിയവരാണ്. ദുരാചാരികളും ആസുരീ സമ്പത്തുള്ളവരുമായ മനുഷ്യനെ അവൻ്റെ അധാർമികമായ ജീവിതപാതയിലെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്ത് ആധ്യാത്മമാർഗത്തിൽ പുരോഗമിക്കാനുള്ള ഉപായങ്ങൾ ഭഗവാൻ ഉപദേശിക്കുന്നു. ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം. അർജുന, കാമം, ക്രോധം, ലോഭം എന്ന 3 നരകത്തിലോട്ടുള്ള 3 വാതിലുകളാണ്. ആത്മാവിന് അനർത്ഥമുണ്ടാക്കുന്നവയാണ് ഇവ. അതിനാൽ ഈ 3 ഉപേക്ഷിക്കണം എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. മനുഷ്യൻ്റെ നരകപ്രാപ്തിക്ക് ഹേതുക്കളായ 3 അധാർമിക മൂല്യങ്ങളെ ഭഗവാൻ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യമായി കാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇഷ്ടവസ്തുക്കളുടെ നേരെയുള്ള ചിന്തകളുടെ പ്രവാഹമാണ് കാമം. കർമ്മങ്ങളുടെ അടിസ്ഥാനം തന്നെ കാമമാണ്. ആ കാമം സാധിക്കാതെ വരുമ്പോൾ മനസ്സ് ക്ഷോഭിക്കും. അതാണ് ക്രോധം. ദേഷ്യഭാവമാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയാൽ ആനന്ദമുണ്ടാകുമെങ്കിലും അതിൽ നിന്ന് തൃപ്തി ഉണ്ടാവുന്നില്ല. കൂടുതൽ വേണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ തീരാത്ത ആഗ്രഹങ്ങളെ ലോഭം എന്ന് പറയുന്നു. കാമക്രോധ ലോഭമോഹങ്ങളുടെ പിന്നാലെ പായുന്നവർക്ക് ആത്മവീര്യം നേടാൻ സാധ്യമല്ല. മനോബുദ്ധികൾ ആത്മാവിലുറച്ചതായാൽ മാത്രമേ ആത്മശ്രേയസ് പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധ തഥാ ലോഭഃ തസ്മാദേതത്രയം ത്യജേത്. ഏതൈർവിമുക്തഃ കൗന്ദേയ തമോദ്വാരൈത്രിഭിഃ നരകഃ ആചാരത്യാത്മനഃ ശ്രേയഃ തതോ യാതി പരാം ഗതിം. നരകവാതിലുകളായ ഈ 3 ഉപേക്ഷിച്ചവർക്ക് ഇന്ദ്രിയങ്ങളെ വിഷയസുഖങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് ആത്മശക്തി നേടാനും ജീവിത ലക്ഷ്യത്തിലെത്താനും സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അർജുന, പരമപദത്തിലേക്കുള്ള മാർഗത്തിലൂടെ സഞ്ചരിച്ച് സത്യം സാക്ഷാത്കരിച്ച പുണ്യപുരുഷന്മാരാൽ പിൻതലമുറക്കാർക്ക് മാർഗദർശനങ്ങളായി എഴുതപ്പെട്ടവയാണ് ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ. സത്യത്തിലേക്കുള്ള പാതയുടെ മാർഗം നമുക്ക് ഋഷിമാർ തുറന്നു തന്നിട്ടുണ്ട്. നമ്മുടെ ശ്രേയസ്സിന് വേണ്ടി ആ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. കാമക്രോധ ലോഭങ്ങൾ വെടിഞ്ഞ മനുഷ്യൻ ആത്മശ്രേയസ്സിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന ആഹ്വാനത്തോടെ ഭഗവാൻ ഈ അധ്യായത്തിലെ ഉപദേശങ്ങൾ പൂർണ്ണമാക്കുന്നു. ജീവിത ലക്ഷ്യത്തെയും
അത് നേടാനുള്ള മാർഗങ്ങളെയും വിവരിക്കുന്ന ശാസ്ത്രഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭക്തിമാർഗങ്ങളും ശ്രേയോമാർഗങ്ങളും ഭഗവാൻ ഉപദേശിച്ചു തരുന്നു. അവയെ സ്വീകരിച്ച് ആത്മോന്നതിയിലോട്ട് ഉയരാൻ ശ്രമിക്കാം. നാരായണ അഖില ഗുരു. ഭഗവൻ നമസ്തേ.